Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Techno Factory with me Sumodh and welcome to HotNews. So ഈ സെഗ്മെന്റിലാണ് നമ്മൾ ലേറ്റസ്റ്റ് PC ടെക് റിലേറ്റഡ് അപ്ഡേറ്റ്സും ന്യൂസും ലീക്സും റൂമേഴ്സും എല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. സോ എനിവേസ് ടൈം വേസ്റ്റ് ചെയ്യാതെ ലേറ്റസ്റ്റ് ഹോട്ട് ന്യൂസ് എന്താണെന്ന് അറിയാം. തുടങ്ങാം. സോ ഫസ്റ്റ് അപ്ഡേറ്റ് ഒരു ഹാക്കിംഗ് ന്യൂസ് ആണ്. ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ നടന്നൊരു ഹാക്കിംഗ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണിത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഡൽഹിയിലാണ് ഈ ഹാക്കിംഗ് നടന്നത്. അവരുടെ അഞ്ച് മെയിൻ സെർവേഴ്സ് ആണ് ചൈന ബേസ്ഡ് ഹാക്കേഴ്സ് ഹാക്ക് ചെയ്തത്. സോ കറന്റ്ലി നോക്കുവാണെങ്കിൽ ലാസ്റ്റ് 1 വീക്കിന് മേലെ ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും മാനുവലി ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈവൻ ഇൻക്ലൂഡിംഗ് പേഷ്യന്റ് കെയർ സർവീസസ്, എമർജൻസി, ഔട്ട് പേഷ്യന്റ്, ഇൻ പേഷ്യന്റ്, എല്ലാ ലാബ്സും ഓൾമോസ്റ്റ് എല്ലാം തന്നെ കംപ്ലീറ്റ്ലി മാനുവലി ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പം. സോ ആസ് പെർ ഓൺലൈൻ ന്യൂസ് നോക്കുവാണെങ്കിൽ 200 crores റാൻസം എമൗണ്ട് ആണ് ഹാക്കേഴ്സ് ചോദിച്ചേക്കുന്നത്, അതും ഇൻ ക്രിപ്റ്റോ കറൻസി. സോ നിയർലി 3 to 4 crore പേഷ്യൻസിന്റെ ഡേറ്റ ആണ് കോംപ്രമൈസ് ആയേക്കുന്നത് ഓൺലൈൻ. ഇതിൽ ടോപ്പ് സെലിബ്രിറ്റീസ്, പൊളിറ്റീഷ്യൻസ്, ഹയർ റാങ്ക് ഗവൺമെന്റ് ഒഫീഷ്യൽസ്, ഇതുപോലെ പല വെൽ നോൺ പേഴ്സണാലിറ്റീസിന്റെ ഡേറ്റ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഇതിനെക്കുറിച്ച് അധികം ഇൻഫർമേഷൻ ഒന്നും പോലീസ് ലീക്ക് ചെയ്തിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. സോ ഹോപ്പ്ഫുള്ളി ഒരു സൊല്യൂഷൻ കണ്ടെത്തുമായിരിക്കും. എനിവേസ് നെക്സ്റ്റ് അപ്ഡേറ്റ് നമ്മുടെ RTX 3060 8GB GPU കുറിച്ചാണ്. അത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. സോ 8GB GPU ഇറങ്ങി. ആൻഡ് പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ കമ്പയർ ടു 3060 12GB മോശമാണ്. 20 to 25% ലോ പെർഫോമൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ പ്രൈസിംഗ് വൈസ് അതേ പ്രൈസിലാണ് NVIDIA ഇറക്കിയത്. സോ ഗെയിമിംഗ് പെർഫോമൻസ് നോക്കുവാണെങ്കിൽ RTX 3060 12GBയെക്കാളും 20% ആവറേജ് പെർഫോമൻസ് ലോ ആണ്. 5 to 10% ഇതിനേക്കാളും RX 6600 ആണ് ബെറ്റർ. ഈവൻ പ്രൈസ് പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നോക്കുവാണെങ്കിലും 6600 തന്നെയാണ് ബെറ്റർ വാല്യൂ ഫോർ മണി. സോ ഇൻ കേസ് ഇത് ഇന്ത്യയിൽ ലോഞ്ച് വരുവാണെങ്കിൽ ബി കെയർഫുൾ വാങ്ങല്. പെർഫോമൻസ് ലോ ആണ്. നിങ്ങൾ മുടക്കുന്ന കാശിന് വേർത്തല്ല ഈ കാർഡ്. ആൻഡ് വേറൊരു കാര്യം, സൈലന്റ് ലോഞ്ച് ആയതുകൊണ്ട് തന്നെ ഓൺലൈൻ മാർക്കറ്റ്സിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ 3060 ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ സ്പെക്സ് നോക്കണം. 12GB ആണോ 8GB ആണോ ക്ലിയർലി നോക്കണം. ബിക്കോസ് ബോക്സിലായാലും ഫോട്ടോസിലായാലും എങ്ങും തന്നെ 12GB ആണോ 8GB ആണോ എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് 3060 ഓൺലൈൻ എവിടെയെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഡബിൾ ചെക്ക് ചെയ്തിട്ട് മേക്ക് ഷുവർ ചെയ്തിട്ട് വേണം വാങ്ങേണ്ടത്. നെക്സ്റ്റ് അപ്ഡേറ്റ് ഇന്റലിന്റെ പുതിയ പ്രോസസ്സേഴ്സിനെ കുറിച്ചാണ്. 13th ജനറേഷനിലെ ബഡ്ജറ്റ് സീരീസിലുള്ള പ്രോസസ്സേഴ്സ്, ഏറ്റവും കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്ത പ്രോസസ്സേഴ്സിന്റെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. സോ ഇവിടെ 13th ജനറേഷൻ ഇന്റൽ i5 13500 മോഡലിന്റെ ഒരു ലീക്ഡ് ബെഞ്ച് മാർക്ക് ആണ് കാണുന്നത്. 14 cores ആണ് വരുന്നത്. സോ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ 13th ജനറേഷൻ മിഡ് ബഡ്ജറ്റ് റേഞ്ചിലും P കോഴ്സും E കോഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. സോ 13400F, 13400, 13500 ഈ പ്രോസസ്സേഴ്സിലും കോമ്പിനേഷൻ ഹൈബ്രിഡ് ആർക്കിടെക്ചർ തന്നെയാണ് വരുന്നത്. സോ i5 13400 ഈസ് 14 കോർ പ്രോസസ്സർ. സോ TDP 65 watts ആണ് പറയുന്നത്. 6 പെർഫോമൻസ് കോഴ്സും 8 എഫിഷ്യൻസി കോഴ്സും ആണ് വരുന്നത്. ടോട്ടൽ 20 ത്രെഡ്സ് ആണ്. ആൻഡ് CPU ബൂസ്റ്റ് 4.8 GHz ആണ് പറയുന്നത്. 767 പോയിന്റ്സ് ആണ് സിംഗിൾ ത്രെഡ് ബെഞ്ച് മാർക്ക്. സോ പെർഫോമൻസ് വൈസ് ആസ് എക്സ്പെക്ടഡ് മിഡ് റേഞ്ച് ഇന്റൽ 13th ജനറേഷൻ പ്രോസസ്സേഴ്സും ഓൺ പാർ നല്ല പെർഫോമൻസ് ആണ് നമുക്ക് ഓഫർ ചെയ്യാൻ പോകുന്നത്. സോ നിയർലി അറൌണ്ട് ഒരു 25% പെർഫോമൻസ് ഇൻക്രിമെന്റ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ആൻഡ് ലോഞ്ച് എപ്പോഴാണെന്നുള്ളത് ക്ലിയർ അല്ല. മേ ബി നെക്സ്റ്റ് ഇയർ ജാനുവരിയിൽ CES 2023 എന്തെങ്കിലും അനൗൺസ്മെന്റ് ഉണ്ടാകുമായിരിക്കും. ആൻഡ് നെക്സ്റ്റ് അപ്ഡേറ്റ് Ryzen 7000 സീരീസിലെ പുതിയ പ്രോസസ്സേഴ്സിന്റെ അപ്ഡേറ്റ് ആണ്. Ryzen 7000ലെ non-X വേരിയൻസും വരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ X3D മോഡൽസും വരുന്നതായിരിക്കും. സോ ഇവിടെ ആസ് പെർ ലീക്സ് AMD പ്ലാൻ ചെയ്യുന്നത് CES 2023 പുതിയ പ്രോസസ്സേഴ്സിന്റെ അനൗൺസ്മെന്റ് ചെയ്യാനാണ്. സോ ഇവിടെ non-X വേരിയൻസിൽ Ryzen 9 7900, Ryzen 7 7700, Ryzen 5 7600 ഈ 3 പ്രോസസ്സേഴ്സ് ആയിരിക്കും. സോ പ്രൈസിംഗ് അപ്രോക്സിമേറ്റ്ലി എക്സ്പെക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സ്ക്രീനിൽ കാണാം. $429 ഹയർ വേരിയന്റിന്, $329 ആണ് 7700 ആൻഡ് $229 ആണ് 7600. ജസ്റ്റ് മൾട്ടിപ്ലൈ ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അപ്രോക്സിമേറ്റ് ഇന്ത്യൻ കറൻസി വാല്യൂ കിട്ടും. സോ മേ ബി January 4th അനൗൺസ് ചെയ്യും. മാർക്കറ്റിൽ January 10th മുതൽ വരും എന്നാണ് ഇപ്പോൾ പറയുന്നത്. സിമിലർലി Ryzen 7000 സീരീസിലെ X3D മോഡൽസിന്റെ അപ്ഡേറ്റും വന്നിട്ടുണ്ട്. സോ ഇവിടെ 3 പ്രോസസ്സേഴ്സ് ആണ് പറയുന്നത്. 16 കോഴ്സ് ഉള്ളതും 12 കോഴ്സ് ആൻഡ് 8 കോഴ്സ് ഉള്ള മോഡൽസ് ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നോക്കുവാണെങ്കിൽ 5800 X3D ഒരു പ്രോസസ്സറേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്രാവശ്യം നമുക്ക് 3D V cache ഡിസൈനിൽ 3 പ്രോസസ്സേഴ്സ് ആണ് പറയുന്നത്. ആൻഡ് ചില ലീക്ഡ് സ്പെക്സ് നോക്കുവാണെങ്കിൽ 5.7 GHz വരെ മാക്സ് ബൂസ്റ്റ് കാണുമെന്നാണ് പറയുന്നത്. Ryzen 9 X3D മോഡലിൽ 192 MB ആയിരിക്കും L3 ക്യാഷ് വരുന്നത്. സോ അത് 5800 X3Dയെക്കാളും ഡബിൾ ആണ്. ആൻഡ് എല്ലാ 3 CPUസും 170 watts ആണ് TDP പറയുന്നത്. സോ ഇതാണ് ഇപ്പോഴത്തേക്കുള്ള ലീക്സ്. മോസ്റ്റ്ലി ജാനുവരിയിലായിരിക്കും ഇതിന്റെ
ടീമിൻ്റെയും അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ ലോഞ്ച് ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എനിവേസ് നെക്സ്റ്റ് മന്ത് ആണ് CES 2023 ഷോ ഉള്ളത്. സോ ഒബ്വിയസ്ലി പല PC ആൻഡ് ടെക് റിലേറ്റഡ് പുതിയ കാര്യങ്ങൾ ലോഞ്ച് ആകുന്നതായിരിക്കും ജാനുവരിയിൽ. നെക്സ്റ്റ് ഒരു സ്റ്റീം സർവേഡ് അപ്ഡേറ്റ് ആണ്. ഇവിടെ NVIDIA GTX 1650 ഗ്രാഫിക്സ് കാർഡ് ഇപ്പം ടോപ്പിൽ കയറി വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് പോപ്പുലാരിറ്റി. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഒക്ടോബർ വരെ ഈ പ്ലേസ് 1060 ആയിരുന്നു ഹോൾഡ് ചെയ്യുന്നത്. സോ ഇപ്പം GTX 1650 ആണ് മോസ്റ്റ് പോപ്പുലർ ആൻഡ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ്. സോ ഈ സ്റ്റീം ഹാർഡ്വെയർ സർവേ ആക്ച്വലി നല്ലൊരു റിപ്രസെൻറ്റേഷൻ ആണ്. ലൈക്ക് മാർക്കറ്റിൽ ആൾക്കാർ ഏത് ഗ്രാഫിക്സ് കാർഡാണ് യൂസ് ചെയ്യുന്നത്, പോപ്പുലാരിറ്റി ഏതാണ് ഉള്ളത്, അതിൻ്റെ ഒരു ലിസ്റ്റിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ആൻഡ് ഈ ലിസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഫസ്റ്റ് വരുന്ന ഗ്രാഫിക്സ് കാർഡ് എല്ലാം തന്നെ പഴയ ഗ്രാഫിക്സ് കാർഡ്സ് ആണ്. 1060, 1650, 2060, 1660 Ti, ഈവൻ 1050 Ti ഒക്കെയാണ് ടോപ്പ് 10 ലിസ്റ്റിൽ കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് 3060 വരുന്നത്. ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോഴും പഴയ ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ് മെജോറിറ്റി ഓഫ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഓവറോൾ നോക്കുവാണെങ്കിൽ ഇപ്പോഴും പഴയ ബഡ്ജറ്റ് സീരീസ് ഗ്രാഫിക്സ് കാർഡ്സിന് നല്ല വാല്യൂ ആണുള്ളത്. സോ എനിവേസ് കറന്റ് നവംബറിലെ സർവേയിൽ ടോപ്പ് ചെയ്യുന്നത് GTX 1650 ആണ്. ആൻഡ് പഴയ ബഡ്ജറ്റ് ഗ്രാഫിക്സ് കാർഡ്സിന്റെ കാര്യം പറയുമ്പം NVIDIA 2 ഗ്രാഫിക്സ് കാർഡ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുവാണ്. 1660 സീരീസും 2060 സീരീസും. സോ ഇത് NVIDIA തന്നെ കൺഫേം ചെയ്ത കാര്യമാണ്. RTX 2060യും 1660 ഗ്രാഫിക്സ് കാർഡ്സ് അവർ സ്റ്റോപ്പ് ചെയ്യുവാണ്. സോ ഇത് ഒബ്വിയസ്ലി എക്സ്പെക്റ്റഡ് തന്നെയാണ്. കാരണം പുതിയ ഗ്രാഫിക്സ് കാർഡ്സ് സെയിൽ ആണോന്നുണ്ടെങ്കിൽ പഴയത് സ്റ്റോപ്പ് ചെയ്യണം. കാരണം ഇപ്പോഴും വാല്യൂ ഫോർ മണി നോക്കുവാണെങ്കിൽ 1660 സൂപ്പർ ഓർ RTX 2060 ഒക്കെ നല്ല ഗ്രാഫിക്സ് കാർഡ്സ് ആണ്. ഇപ്പോഴും സെയിൽ ആവുന്ന നല്ല ഗ്രാഫിക്സ് കാർഡ്സ് ആണ്. സോ ഇതിനെ അൺലെസ് NVIDIA സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ വേറെ ഗ്രാഫിക്സ് കാർഡ്സ് ആരും പ്രിഫർ ചെയ്യത്തില്ല. ലൈക്ക് 1660 സൂപ്പർ ആൻഡ് 2060യുടെ ആ ഗ്യാപ്പിൽ കയറ്റാൻ പറ്റിയ കാർഡാണ് 3050 NVIDIAക്ക്. സോ ഇത് രണ്ടും സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ 3050യുടെയും 3060യുടെയും സെയിൽസ് ഒന്ന് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകത്തുള്ളൂ. ഓർ ഓവറോൾ RTX 3000 സീരീസിൻ്റെ സെയിൽസ് ഇമ്പ്രൂവ് ആകത്തുള്ളൂ. 1660, 1660 സൂപ്പർ, RTX 2060യും RTX 2060 സൂപ്പർ, ഈ 4 ഗ്രാഫിക്സ് കാർഡ്സ് ആണ് പ്രൊഡക്ഷൻ എൻറ്റയർലി സ്റ്റോപ്പ് ചെയ്യുന്നത്. സോ 16 സീരീസിൽ ഇപ്പം 1630യും 1650 മാത്രമാണ് റിമൈനിങ്. ഇതിൻ്റെയും പ്രൊഡക്ഷൻ ഇനി എപ്പോൾ സ്റ്റോപ്പ് ആവുമെന്ന് അറിയത്തില്ല. ഇത് ഹോപ്പ്ഫുള്ളി ഉണ്ടാകത്തില്ല. കാരണം എൻട്രി ലെവൽ ബഡ്ജറ്റ് സീരീസിൽ വേറെ ഗ്രാഫിക്സ് കാർഡ്സ് ഇല്ല. സോ 1650 ആൻഡ് 1630 അധികം ആരും വാങ്ങുന്നില്ലെന്ന് തോന്നുന്നു. 1650 എന്തായാലും കുറച്ച് നാളുണ്ടാവും. സോ അതാണ് GTX 1660 ആൻഡ് 2060 GPUയുടെ അപ്ഡേറ്റ്. ആൻഡ് ഫൈനലി Ryzen 7000 സീരീസിൻ്റെ പ്രൈസ് കട്ടിനെ കുറിച്ചാണ്. ബിക്കോസ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞാൽ Ryzen 7000 സീരീസിൻ്റെ പ്രൈസ് ഡ്രോപ്പ് ആയെന്ന്. ആക്ച്വലി ഇത് ഇപ്പോഴും കണ്ടിന്യൂ ആകുന്നുണ്ട്. കുറച്ചുകൂടി പ്രൈസസ് ലോ ആയിട്ടുണ്ട് ഇപ്പം. സോ കറന്റ് ഇന്ത്യൻ പ്രൈസിംഗ് നോക്കുവാണെങ്കിൽ 7950X ഏതാണ്ട് 56,000 റേഞ്ചിൽ അവൈലബിൾ ആണ്. 7900X 45,000 റേഞ്ച് ആണ്. ആൻഡ് 7700 നമുക്ക് 32,000-33,000 റേഞ്ചിൽ കിട്ടുന്നുണ്ട്. 7600 ആക്ച്വലി ഇപ്പോൾ കറക്റ്റ് പ്രൈസ് വന്നിട്ടുണ്ട്. 23,000 റേഞ്ച് വന്നിട്ടുണ്ട്. ലൈക്ക് 5600X ഇറങ്ങിയ ടൈമിലെ ആ പ്രൈസ് ആണിത്. 23,000-22,000 റേഞ്ചിലാണ് 7600X ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ പ്രൈസസ് ആണ് ഞാൻ ഈ പറയുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ നോക്കുവാണെങ്കിൽ 7000 സീരീസ് പ്രോസസേഴ്സിന്റെ ബോക്സിലും ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ ഉള്ള ബോക്സ് ഡിസൈൻ നോക്കുവാണെങ്കിൽ അത്രയ്ക്ക് ഫ്ലാഷി ഡിസൈൻ അല്ല, ഒരു സിമ്പിൾ ഡിസൈൻ ആണ്. സോ ചെറുതായിട്ട് ഇപ്പോൾ AMD അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ബോക്സ് നോക്കുവാണെങ്കിൽ ആ ബോക്സിലെ ലൈൻസിനെ എൻഹാൻസ് ചെയ്ത് റൈസന്റെ ആ ഒരു ഓറഞ്ച് യെല്ലോയിഷ് കളേഴ്സ് ആഡ് ചെയ്ത് സ്ട്രോക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ AMD പലതും ചെയ്യുന്നുണ്ട് 7000 സീരീസിന്റെ സെയിൽസ് കൂട്ടാൻ വേണ്ടി. പ്രോസസറിന്റെ മാത്രം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത് പ്രോസസറിന്റെ മാത്രം പ്രൈസ് കുറഞ്ഞിട്ട് കാര്യമില്ല. മദർ ബോർഡ്സിന്റെയും DDR5 റാമിന്റെയും ഓവറോൾ പ്ലാറ്റ്ഫോമിന്റെ കോസ്റ്റും കൂടി കുറഞ്ഞാൽ മാത്രമേ ലൈക്ക് ഒരു മിഡിൽ ക്ലാസ് സെഗ്മെന്റിലേക്ക് 7000 സീരീസിന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹോപ്പ്ഫുള്ളി കമ്മിങ് ഫ്യൂച്ചറിൽ പ്രൈസസ് കുറയുമെന്ന് എക്സ്പെക്ട് ചെയ്യാം ഓവറോൾ പ്ലാറ്റ്ഫോമിന്റെ. അപ്പോൾ എനിവേസ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓൾസോ PC ബിൽസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസും ബാക്കി സംഭവങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.